മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. ദൈവം സ്നേഹമായി ഈ ഭൂമിയിൽ കടന്നു വന്നതിൻ്റെയും മനുഷ്യമക്കളിൽ ചൊരിഞ്ഞ അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ് ഓരോ പ്രഭാതവും. ഈ പ്രഭാതത്തിലേക്ക് ഈശോ നമ്മെ വിളിച്ചു. നന്ദിയോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായി എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠന മേഖലകളിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, ക്ലാസ്സുകളിലേക്ക്, കോളേജുകളിലേക്കൊക്കെ പോകുന്നവർ, അവരുടെ എല്ലാം ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ജ്ഞാനം നിറയാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ജീവിക്കുവാനും ദൈവകൃപ ഉണ്ടാകുവാനുമായിട്ട് കുഞ്ഞുങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗം പ്രത്യേകമായി ദൈവസന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിലെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായത്തോടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നമ്മോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വചനം ശ്രവിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവായ ദൈവം വചനം സ്വീകരിക്കുവാനും വചനത്തിൽ വളരുവാനും വചനം പൂർണ്ണതയിൽ മറ്റുള്ളവർക്ക് ഫലം നൽകുന്നതാക്കി തീർക്കുവാനുമായി നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. പരിശുദ്ധാത്മാവേ, ഇന്നേ ദിവസം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവുണ്ടാവാൻ പരിശുദ്ധമായ കൃപകളും ജ്ഞാനവും ഞങ്ങളിൽ നിറയുവാൻ തക്കവിധം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം തിരുവചനം. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകി അനുഗ്രഹദാതാവിനെ മാറ്റി നിർത്തുന്ന ഒരു മേഖലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ
അത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കൃപകളെയും ഇല്ലാതാക്കി കളയുന്നതാണ്. അതാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിച്ചത്. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, മറിച്ച് വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. ദൈവം വളർത്തി, ദൈവം അനുഗ്രഹമാക്കി, ദൈവം ഫലമുള്ളവരാക്കി തീർത്തു. ബാക്കിയുള്ളതെല്ലാം കർത്താവിൽ നിന്ന് വരുന്നതല്ല എങ്കിൽ നമ്മുടെ അധ്വാനത്തിന് ഒരു ഫലവും ഉണ്ടാവില്ല. കർത്താവ് നൽകുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ അധ്വാനത്തിന് ഫലം നൽകുന്നത് കർത്താവാണ്. അത് സമ്പത്താകാം, ജോലിയാവാം, അധികാരമാകാം, പേരാവാം, പ്രശസ്തിയാവാം, എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് പൂർണ്ണതയിൽ സ്വീകരിക്കാൻ പറ്റൂല. അതാണ് പീലാത്തോസിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഈശോ പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതായത് ഈ നൽകപ്പെട്ടതുപോലും പിതാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളതാണ് എന്ന് ഈശോ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്, നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഈ ഒരു അധികാരത്തിന് കീഴിലാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. സങ്കീർത്തനങ്ങൾ 119:36 ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. സങ്കീർത്തനങ്ങൾ 119:36 ധനലാഭത്തിലേക്കല്ല, മറിച്ച് അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ അങ്ങ് തിരിക്കണമേ. വളരെ അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥനയാണിത്. ഈ ലോക വസ്തുക്കളിലേക്കല്ല, മറിച്ച് അങ്ങയുടെ സ്നേഹത്തിലേക്ക് എന്നെ അങ്ങ് തിരിക്കണമേ. അങ്ങയുടെ കൽപ്പനകളിലേക്ക്, അങ്ങയുടെ വാക്കുകളിലേക്ക്, അങ്ങയുടെ വചനത്തിലേക്ക് എൻ്റെ ജീവിതത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ഹൃദയത്തെയും അങ്ങ് തിരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമേ ജ്ഞാനമുള്ളവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 19-ാം തിരുവചനം, എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കുടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്നും കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബുദ്ധിശാലികൾ, അതായത് ഒരു മനുഷ്യൻ തൻ്റെ ബുദ്ധിയിലും തൻ്റെ ശക്തിയിലും സാമർഥ്യത്തിലും അഹങ്കരിക്കുമ്പോൾ അവരെ അവരുടെ തന്ത്രങ്ങൾ ആ ബുദ്ധിയിൽ തന്നെ അവരെ കുടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന എൻ്റെ ബുദ്ധിയും എൻ്റെ ആലോചനയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒരു പ്രതിസന്ധിയായി തീരുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് ചിന്തിക്കുന്നതാ. എന്നാൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവമാണ് എന്ന് ചിന്തിച്ചാൽ ദൈവത്തിലേക്ക് നോക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഓരോ വ്യക്തിക്കും സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള വ്യക്തികളെയും ഈ ലോകത്തിലുള്ള വസ്തുക്കളെയും ഈ ലോകത്തിൻ്റെ അധികാരത്തെയും ഈ ലൗകികതയെയും നമ്മൾ നോക്കി നിൽക്കാതെ നടുന്നവനോ വെള്ളമൊഴിക്കുന്നവനോ അവരൊന്നുമല്ല, മറിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം, വളർത്തുന്ന ദൈവം, അവനാണ് സർവശക്തൻ, അവനാണ് ഒന്നാമൻ. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ പ്രഭാതത്തിൽ ഈ ഒരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ശക്തിയല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കഴിവല്ല, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം. അതാണല്ലോ വചനത്തിൽ വീണ്ടും പറയുന്നത്, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും. നിൻ്റെ ജ്ഞാനവും ബുദ്ധിയുമെല്ലാം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. തക്ക സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകുന്നതായി തീരും. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെല്ലാം കൃപകളായി തീരട്ടെ.
നമ്മുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹങ്ങളായി തീരട്ടെ. കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരു നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ യേശുവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഇന്നത്തെ നിയോഗം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ, ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ, ദൈവിക സംരക്ഷണത്തിൽ അവരെ വളർത്തണമേ. അങ്ങയുടെ കൃപയാൽ അങ്ങ് കൈപിടിച്ചവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ഓരോ ജീവിത മേഖലകളും അനുഗ്രഹങ്ങളായി തീരുവാൻ ശക്തമായി അങ്ങ് അവരുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. അതുപോലെ തന്നെ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ പ്രത്യേക പ്രാർത്ഥനാ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. സകല മാലാഖമാരുടെയും പ്രത്യേകമായി കാവൽ മാലാഖമാരുടെ പ്രാർത്ഥനകളും സംരക്ഷണവും നമുക്ക് യാചിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകരോട് ചേർന്ന് നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം. ഇന്നേ ദിവസം ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും വിവിധ ശുശ്രൂഷകളെയും ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകൾ അനേകരിലേക്ക് കൃപയായി തീരുവാൻ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ അവരോടെല്ലാം ചേർന്ന് ഇന്നേ ദിവസം ഒരു ജപമാലയോ ഒരു കരുണ ജപമാലയോ ഒക്കെ ചൊല്ലി കുറേ സമയം ദൈവസന്നിധിയിലായിരിക്കുവാൻ, പ്രാർത്ഥനയുടെ ഭാഗമായി തീരുവാൻ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോ
രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് ഏകമനസ്സോടെ കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.